ബാലവേലയ്ക്ക് മിക്കവാറും എൻ്റെ പേരിൽ കേസ് എടുക്കുന്നത് തോന്നുന്നത്. ചെറിയ കുട്ടീനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പണിയെടുപ്പിക്കാൻ പാടുമോ? കഷ്ടമല്ലേ. എൻ്റെ മകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണ് അടിച്ച് വാരുക, തുടയ്ക്കുക. ഞാനും അമ്മയും അടിച്ച് വാരണം തുടയ്ക്കണമെന്നും അവന് സംതൃപ്തി വരാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അതിന് പുറകെ നടന്നിട്ട് അവനും ഇതേപോലെ തന്നെ ചൂലെടുക്കുക, അടിച്ച് വാരുക. തുടക്കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ വാശി പിടിച്ച് മേടിക്കും, എന്നിട്ട് അവനെ തുടയ്ക്കണം കേട്ടോ. ഈ സഹായിക്കലൊക്കെ വലുതാകുമ്പോൾ എന്നെ ഒന്ന് സഹായിച്ചാൽ മതിയെന്ന് ഞാൻ രക്ഷപ്പെട്ടു പോയി എന്നെ. അപ്പോൾ അതാ നമ്മുടെ എന്താ പറയുക, കുറേ നാളായില്ലേ വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഞാൻ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. നമ്മുടെ വയനാട്ടിലെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അതിനൊക്കെ ശേഷം നമ്മൾ കുറേ ആയിട്ടൊന്നൊരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ കുറച്ച് ചെടികളൊക്കെ കാണിച്ചിട്ട് അങ്ങ് തുടങ്ങാല്ലേ. അതായത് ആന്തൂര്യത്തിലേക്കാണ് ഞാൻ അന്ന് പറഞ്ഞില്ലേ, നമ്മളെ ബാക്കിയുള്ള ചെടികൾക്ക് കേട് വരുന്നുണ്ട്. സോ നമ്മൾ ആന്തൂര്യത്തിലേക്കൊന്നും ചാടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആന്തൂര്യമൊക്കെ ഞാൻ എന്ത് ചെയ്തു, വലിയ ചെടികളൊക്കെ ആയത് സെപ്പറേറ്റ് ആക്കി കേട്ടോ. ഒരു ഒറ്റ ചെടി തന്നെ ഒരു 3-4 വേറെ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തൈകളെല്ലാം മാറ്റി മാറ്റി നട്ടു. നല്ല രസമുള്ള പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ ചിലർ പറയും ആന്തൂരയൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ. ഇവിടെ വന്ന ഒരാൾ തന്നെ പറഞ്ഞു കേട്ടോ, എന്തു ഞാൻ ആന്തൂരയൊക്കെ വെക്കണേന്ന്. പക്ഷേ ഏത് ചെടിക്കും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ടല്ലോ. എനിക്ക് ആന്തൂരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒരിടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പൂക്കൾ വിരിയാണ്ടിരുന്നപ്പോൾ അന്ന് പിന്നെ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല. എത്ര വർഷം മുന്നെയാണ് കേട്ടോ. ഞാൻ +2 പഠിക്കുന്ന ടൈമിട്ടാണ് തോന്നുന്നുണ്ട് അന്നിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇപ്പോഴാണ് ഞാൻ ആന്തൂര്യത്തിലേക്ക് മാറിയത്. കാരണം എപ്പോഴും നമുക്ക് മിക്കവാറും ഫ്ലവർ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു പൂ വിരിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറേ കാലം നന്നായിട്ടത് വിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ ആന്തൂര്യത്തിലേക്ക് മാറി. പിന്നെ വലിയ കേടും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, വീട്ടിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ആന്തൂര്യം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. സെയിലൊന്നല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. ഇതൊരു വയലറ്റ്, ഇതിൻ്റെ തന്നെ നമ്മൾ ആദ്യം കാണിച്ചില്ലേ റോസ്, അങ്ങനത്തെ വരുന്നുണ്ട്. ഇത് കുഞ്ഞി പൂവായിരിക്കും. നമ്മൾ നോർമലി കാണുന്ന ആന്തൂര്യത്തിൻ്റെ ആ ഒരു ടൈപ്പല്ല. കുറച്ച് മെലിഞ്ഞിട്ട് ചെറിയ പൂക്കളായിരിക്കും. പക്ഷെ നിറച്ചിങ്ങനെ തുരുതുരാന്ന് പറഞ്ഞിട്ട് പൂവുണ്ടാവുന്നുണ്ട്, ആ ടൈപ്പാണ്. അതേപോലെ തന്നെ ഓറഞ്ച് കളറിൽ വരുന്നുണ്ട്, നല്ല റെഡ് കളറുകളുണ്ട്. അതേപോലെ നല്ല ഒരു ബ്രൗൺ ഈ കളർ ഉണ്ടല്ലോ, അപ്പം മെറൂൺ ഇങ്ങനത്തെ പറയില്ലേ, ഈ ഒരു കളറിലേക്ക് ഉള്ളതുണ്ട്. അതേപോലെ നേരത്തെ കണ്ട ഒരു റോസും അതിലിങ്ങനെ വൈറ്റ് ലൈൻസ് വരുന്ന ആ ഒരു കളറ്. പിന്നെ അതാ ഈ ഒരു സംഭവം പർപ്പിൾ എന്നാണ് ഇതിൻ്റെ കളറ് പറയുന്നത്. പക്ഷേ അത് പർപ്പിളല്ല, വേറൊരു കളർ തന്നെയാണ്, ഈ ഒരു സെയിം കളർ തന്നെ. അതേപോലെ പിന്നെന്താ നമുക്ക് വൈറ്റ് ഉണ്ട്, അതേപോലെ യെല്ലോ വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ളത്. അങ്ങനെ ഇത്രയും കളേഴ്സാണ് ഇപ്പം ഞാൻ ഒപ്പിച്ച് കേട്ടോ. അതൊക്കെ ഞാൻ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയിട്ട്, ഇതൊക്കെ പുതിയ ചട്ടികളൊക്കെ മാറ്റി മാറ്റി ചട്ടികളിൽ ഇങ്ങനെ വെച്ചാണ്. ഇതൊക്കെ ഉണ്ട്, ആ ചട്ടികൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ പുതിയ ചെടികളാണ്. പിന്നെ നമ്മൾ അപ്പുറ സൈഡിലും ബോൾസിൻ ചെടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പം അത്യാവശ്യം നല്ല ഉഷാറായിട്ടുണ്ട്, പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ എനിക്കിനി പുതിയ തൈകളൊക്കെ മാറ്റി മണ്ണിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി പുതിയ ചട്ടിയിലേക്കൊക്കെ നിറയ്ക്കണം. അപ്പം മണ്ണുണ്ടാക്കാൻ കുറേ പണിയൊക്കെ ഉണ്ട്. ആന്തൂറി ആകുമ്പോൾ നമുക്ക് വലിയ പണിയൊന്നുമില്ല. കാരണം ജസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് ചകിരിച്ചോറ് മേടിക്കുക. വീട്ടിലുണ്ടെങ്കിൽ ഓക്കെ, ചകിരിച്ചോറ് അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചകിരിച്ചോറ് മേടിക്കുക, അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് അതിൽ വെച്ചാൽ മതി കേട്ടോ. വേറെ നമുക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് വെറും ചകിരിച്ചോറിൽ അവർ വെച്ച് തരുന്നത്. അങ്ങനെ കുറച്ച് ഇതാണ് ഇപ്പോൾ നമ്മളെ ചെടീൻ്റെ അവസ്ഥ. ഞാൻ പിന്നെ ബാക്കി പൂക്കളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ടോബോനപ്പോൾ രാവിലെ കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്ക് കിട്ടിയതാണ്. നമ്മൾ ഓൾറെഡി ഉള്ള കൂടിപ്പോൾ അവന് വലിപ്പം തികയാണ്ടായി. അപ്പോൾ അവനൊന്ന് വിശാലമായി നടക്കാനായിട്ട് ഈ ഒരു കമ്പി കൊണ്ടുവന്ന് കിട്ടും. അവൻ്റെ ചങ്ങലുണ്ടല്ലോ, ആനച്ചങ്ങല പോലെ, അത് വലിയ ചങ്ങല തന്നെ മേടിച്ചാണ്. അവൻ ഈ ചെറിയ ചങ്ങലയൊക്കെ അവൻ കടിച്ച് പൊട്ടിക്കുക, എങ്ങനെയാണെന്നറിയില്ല. ഇരുന്ന് അവിടെ കെട്ടി കഴിഞ്ഞാൽ കരണ്ട് അവൻ ആ ചങ്ങലയൊക്കെ പൊട്ടിക്കും. അപ്പോൾ പുതിയ ചങ്ങല മേടിച്ചാണ്. ഇത് പൊട്ടിച്ചാൽ പിന്നെ ഇനി ഇതിലും വലിയ ചങ്ങല കിട്ടാനില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഷോപ്പുണ്ടായിരുന്ന ഏറ്റവും വലിയ ചങ്ങലയാണ് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ രാവിലെ അപ്പോൾ കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഇഡ്ഡലി അതേപോലെ തന്നെ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ രാവിലെ സാമ്പാർ വെച്ചാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്കും കൂടെയുള്ള സാമ്പാറായല്ലോ. അപ്പം ഇന്നത്തെ കറി ഏതാണ് സംഭവം. പിന്നെ നമ്മൾ കറുമൂസപ്പേരി വെക്കാണ്ട് പപ്പായ, വല്യമ്മ ഇവിടെ ഒരു പപ്പായ രാവിലെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കണം. പിന്നെ കോരമീൻ അത് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മീനാണ് കോര. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചായയൊക്കെ റെഡിയായി. നമ്മൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ വീണ്ടും ഞാൻ മുറ്റത്തേക്ക് ഓരോ പണികൾക്കായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നിച്ചോട്ടൊരു പൂമ്പാറ്റേനെ കണ്ടു, അതിൻ്റെ പുറകെയാണ്. അവനിങ്ങനെ ജീവികളുടെയൊക്കെ പുറകെ ഇങ്ങനെ പോകും. അതൊറ്റാണെങ്കിൽ അവൻ്റെ നേരെ ഒന്ന് വന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്, പേടിച്ചോടും. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ പുറകെ ഇങ്ങനെ പോയി നോക്കുകയാണ്. എന്നിട്ട് പൂമ്പാറ്റ അവിടെ നിന്ന് അനങ്ങി ഫ്രണ്ടിക്ക് വന്നാൽ അതേ സ്പീഡിൽ അവർ ഇങ്ങോട്ട് വരും. അതേപോലെ ഇങ്ങനെ എല്ലാ ജീവികളെ ഇങ്ങനെ നടന്ന് അടിച്ചു കൊല്ലുക, അതൊക്കെയാണ് അവൻ്റെ വിനോദങ്ങൾ. ചേരട്ടാന്ന് വെച്ചാൽ ഒരു
വെറുതെ പറയില്ല, ഒരു 10-100 നമ്മൾ ഡെയിലി ഉണ്ടാവും കാണും. അത്ര ഇങ്ങനെ ചിലപ്പോൾ അകത്തേക്കൊക്കെ വരികയാണ്. നിങ്ങളെ ഭാഗത്തൊക്കെ ഉണ്ട്, നമ്മളവിടെ ഒരുപാട് ചേരട്ടുണ്ട്, കുഞ്ഞ് ചേരട്ടുണ്ടാവുമല്ലോ. അത് എനിക്കറിയില്ല അത് എങ്ങനെ എത്രയെന്ന്. ഇപ്രാവശ്യമാണ് ആദ്യമായിട്ടാണ്, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട്, പണ്ടൊന്നും ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അട്ടേനെയും കൊണ്ടാണ് നമുക്ക് മഴക്കാലത്ത് മെയിനായിട്ടൊരു പ്രശ്നം വരിക കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് മഴക്കാലത്ത് അട്ട കുറവാണ്, പക്ഷെ ചേരട്ട അതിന് പകരം ഒരുപാടുണ്ട്. ഒരു ചൂലൊക്കെ ഇങ്ങനെ മുറ്റത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ചൂലെടുക്കുമ്പോൾ അതിൻ്റെ അടിയിലൊരു 10-12 ഇങ്ങനെ കൂട്ടം കൂടി ഉണ്ടാവും. പണ്ടൊക്കെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഉറപ്പായിരുന്നേ. ഇപ്പോൾ കണ്ട് ചേട്ടന് ഉറപ്പില്ല. ഇപ്പം എനിക്കും കൈ കൊണ്ട് തട്ടാൻ വലിയ ഉറപ്പൊന്നുമില്ല. അതേപോലെ നിച്ചുവിൻ്റെ അവസ്ഥ, അവന് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പെറുക്കി നടക്കും. ചിലപ്പോൾ ഇലയും കൊണ്ടൊക്കെ പറിച്ച് നമ്മളിങ്ങനെ ഇലയിൽ പൊഴുതിഞ്ഞ് കളയുമല്ലോ പുഴുവിനൊക്കെ, അതേപോലെ അവൻ ഇല പറിച്ചിട്ട് വരും, എന്നിട്ട് ചേട്ടനെടുക്കും. പക്ഷേ ഇല വേറെ സ്ഥലത്തും ചേരട്ട അവൻ്റെ കയ്യിലിരിക്കുന്നുണ്ടാവും. അങ്ങനെ അപ്പം എന്തായാലും മുട്ടൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി. ഇനി മീനുണ്ടല്ലോ, അതാ കോര വറക്കാനായിട്ടാണ്. അത് കറി വെക്കണതിനെക്കാട്ടും കോര വറുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഞാൻ നിച്ചുവിന്, അവന് കഞ്ഞിയാണ് കുറച്ചും കൂടെ പ്രിഫർ ആയിട്ടുള്ളത്, അവൻ അതാണ് ഇഷ്ടം. അപ്പോൾ കഞ്ഞി ചെറുപയറും കൂടെ കേട്ടോ, അതവന് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അടക്കയിലും മരുന്നടിക്കാൻ വന്നാണ്. അപ്പോൾ ഒന്ന് രാവിലെ ഇവിടെയൊക്കെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്കിങ്ങനെ മാറാലൊക്കെ ഫുള്ള് കെട്ടിയിട്ടുണ്ട്. മഴ അങ്ങനെ നിന്ന് പെയ്തേം കൊണ്ടേ പുറമേ ഒന്നും അങ്ങനെ പോയിട്ട് വീടിൻ്റെ ചുറ്റൊന്നും മാറാല കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നോക്കുമ്പോൾ ഫുള്ള് നല്ല 8 അലി മാറാലൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ തട്ടി വൃത്തിയാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മേലേക്ക് കയറിയാണ്. നമ്മളിവിടെയൊക്കെ മാറാലുണ്ട്. ഉള്ളിൽ വലിയ വിഷയമല്ല, പക്ഷെ അവിടെ ഈ നമ്മളെ സ്റ്റെയറിൻ്റെ മേലെ ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഗ്ലാസ്സിൽ ഫുള്ള് ഇങ്ങനെ മഴ നിന്ന് ചെറിയ പായലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കളർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ കയറി കേട്ടോ. ഇതിൻ്റെ മണ്ടയിലും കയറണം, അവിടെ പോയിട്ടുണ്ടെന്ന് ക്ലീൻ ആക്കാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം വർത്താനം പറയാമെന്ന് വെച്ചു. കുറേ ആയില്ല നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട്. ഇപ്പോൾ 10-14 ദിവസം ഞാനിതിൽ വീഡിയോസ് ഇട്ടിട്ട് തോന്നുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ വയനാട്ടിലാണ് താമസിക്കുന്നത്. വയനാട്ടിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്താ പറയുക അത്ര ഒരു ദുരന്തം ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരുപാട് എന്താ പറയുക വിഷമവും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. ഇപ്പം എന്താ പറയുക ഇതിങ്ങനെ ഒരു സംഭവം അറിഞ്ഞ ആൾക്കാർക്ക് തന്നെ അത് കാണുന്ന സമയത്തും വീഡിയോസ് കാണുന്ന സമയത്ത് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഇട്ടില്ല. അപ്പോഴും ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസ് ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ ചാനലിൽ. അപ്പോഴും ഇങ്ങനെ കുറച്ച് പേരെ കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ ശരിയാണ് വയനാട്ടിലായി താമസിക്കുന്നത്, ഇപ്പോഴേ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടുന്നത് ശരിയാണോ നല്ല രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പം നമ്മളാണെങ്കിൽ ചിലപ്പോൾ ചിന്തിക്കുകയായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇതെൻ്റെ ഒരു ജോബും കൂടിയാണ്. നമ്മളിത് എന്താ പറയുക വെറുതെ ഇങ്ങനെ എടുക്കുകയല്ലല്ലോ. ഞാനിതൊരു നമുക്ക് ഓരോരുത്തർക്കും നമ്മളൊരു ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യണം മാത്രമല്ല ശരിക്കും ഒരു ജോലി എന്ന് പറയുന്നത്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനായിട്ട് കുറേ എഫേർട്ട് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രാൻഡുകളുടെ പ്രൊമോഷൻ എടുക്കുന്നുണ്ട്. അതേപോലെ വീഡിയോസ് ഇങ്ങനെ വെറുതെ ഇരിക്കല്ലോ, നമ്മളിങ്ങനെ ഓരോ പണി ചെയ്യണതിന് ഇടയ്ക്ക് വന്നിട്ടാണ് ക്യാമറ വെക്കുന്നു, വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നു, അത് എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം വേണം. അപ്പോൾ നമുക്ക് ഒരു ദിവസം അതിനായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇതെൻ്റെ ഒരു ജോബ് പോലെയാണ്. നമ്മളിപ്പോൾ എന്താണെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഏർണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് എൻ്റെ ജോലി ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് വീഡിയോസ് ഇട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിനെ ബാധിക്കും. അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പോൾ എന്നാലും ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് വീഡിയോ ഇട്ടത്. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടതെന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ചില ബ്രാൻഡുമായിട്ട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, അവരുടെ പ്രൊഡക്റ്റുകൾ കാണിക്കാനുണ്ടാവും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോസ് എടുക്കാനും നിവർത്തില്ല. ഇത്രയും ദിവസം ഞാൻ എന്തായാലും ഇട്ടില്ല. പക്ഷേ ഇനിയും നമുക്ക് ലേറ്റ് ആക്കാൻ പറ്റില്ല, കാരണം അത് നമ്മളെ ഫ്യൂച്ചറിലെ ചാനലിലൊക്കെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പം ഇങ്ങനൊരു ദുരന്തം ഉണ്ടായിന്ന് വെച്ചിട്ട് നമ്മുടെ വയനാട്ടിലെ ആൾക്കാരാണെങ്കിലും വേറെ എവിടെയുള്ള ആൾക്കാരാണെങ്കിലും ആ ഒരു കുറച്ച് ദിവസം അല്ലെങ്കിൽ 2 ദിവസം അതിൻ്റെ 2 ദിവസം വിഷമം എപ്പോഴും ഉണ്ടാവും. പക്ഷേ നമ്മളെന്ത് ചെയ്യും, നമ്മുടെ ലൈഫിലെ കാര്യങ്ങളിലേക്ക് മാറും. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോകുന്നില്ലേ, അവരൊക്കെ ഓരോരുത്തരെ ജോലിയായിട്ട് അവർ പിറ്റേ ദിവസം മുതൽ തന്നെ നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ പോകുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതൊരു ജോലിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും നല്ല കേട്ടോ പറയണത്. കുറച്ച് പേര് അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കൊരു അതിൻ്റെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളത് എന്താ പറയണം തോന്നി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, ഒന്നും വിചാരിക്കരുത്. അപ്പം എന്താ പറയുക, ഇനി മുതൽ എനിക്കിപ്പോഴും റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ ഭയങ്കര മടി കേട്ടോ. എന്നാലും ഞാൻ ടൈം കിട്ടുന്ന സമയത്തൊക്കെ ഓരോന്ന് നോക്കിയിട്ട് നമ്മൾ ഓരോ മൂഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ മറ്റേ ചാനലും അതെ, നമ്മൾ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2-3 വീഡിയോസ് അടുത്തായിട്ട് കിട്ടും. അപ്പം നിങ്ങൾ ഈ ചാനൽ കാണുന്നത് നിങ്ങൾക്ക് അറിയാലോ. കുറേ പേര് കമൻറ്റ് ചോദിച്ചു കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മെയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി ആ ഒരു ദുരന്തത്തിന് ശേഷം ഞാൻ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള രീതിയിൽ തന്നെ കുറേ കമൻസ് ഉണ്ട്, ചേച്ചി എന്താ വീഡിയോസ് ഇടാത്തത്, ചേച്ചി വയനാട്ടിലല്ലേ, സേഫ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം എന്താ പറയുക, നമ്മളെ കുറച്ചൊരു ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് കുറേ എന്താ പറയുക അവരെ ഓർമ്മകളിൽ നമ്മളുണ്ട് എന്ന് അറിയുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പം നമുക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഏരിയയിലേക്ക് ഇവിടുത്തെ ഒരു 30-40 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ മുണ്ടക്കൈ അല്ലെങ്കിൽ ആ മേപ്പാടി ഭാഗം വരുന്നു കേട്ടോ. നമ്മളിവിടെ സുൽത്താൻ ബത്തേരി ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ കുറേ ദൂരം ഉണ്ട് അങ്ങോട്ട്. ഈ ഏരിയയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കുന്നും ഇങ്ങനെ ചെരുവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ എന്താ പറയുക
അങ്ങനത്തെ ഒരു ഏരിയ എല്ലാം തോന്നുന്നു. ഇനിയിപ്പോൾ അറിയില്ല, ഇനി ഏതെങ്കിലും ഒരു മഴക്കാലം വരുമ്പം ഒന്നും പറയാൻ പറ്റില്ല, പ്രകൃതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇപ്പം നമ്മൾ സേഫാണ്. ഈ ഒരു ഏരിയയിൽ അങ്ങനെ വെള്ളം പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അന്നാ മുണ്ടക്കയിലുള്ള ആ മഴ സമയത്ത് ഇവിടെ ഭയങ്കര പെരുമഴ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്കൊന്നും ബാധിച്ചിട്ടില്ല. അങ്ങനെ വെള്ളം കയറുന്ന സ്ഥലമൊന്നും അല്ല കേട്ടോ. അപ്പം കുറേ പേര് നമ്മൾ വീഡിയോസ് കാണുന്ന സമയത്ത് ഒരു കാട് പോലെ കുന്നും പോലെ എങ്ങനെയൊക്കെയാണല്ലോ. അപ്പം എന്നോട് കുറേ പേര് വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു. നമ്മൾ കുറ്റിപ്പുറത്തുന്ന സമയത്തും മുക്കത്തൊക്കെ നിന്നപ്പോൾ പുഷ്പേച്ചി, അതുപോലെ തന്നെ അടുത്തുണ്ടായിരുന്ന അനു, അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വിളിച്ച് ഷാമിലൊക്കെ വിളിച്ച് ചോദിച്ചു നിങ്ങൾ സേഫ് അല്ലേ? കാരണം വീഡിയോസൊക്കെ അവരും കൂടെ കണ്ടിട്ടില്ലല്ലോ. വീഡിയോയിൽ കാണുമ്പോൾ നമ്മുടെ ഈ ഏരിയ ഇങ്ങനെ ഒരു കുന്നും മലയൊക്കെ ആയിട്ടാണ്. അപ്പോൾ പേടിയാണ് എല്ലാവർക്കും. പക്ഷെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, ദൈവമേ ആർക്കും എത്താണ്ടിരിക്കട്ടെ. ഭയങ്കര അവസ്ഥയാണ്, നമുക്ക് ആലോചിക്കാൻ വേണ്ടി പറ്റാം. അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും എന്താ പറയുക, അവർ ഓക്കെ വരുന്നു പറയാൻ പറ്റില്ല. കാരണം ഇത്ര പേരെ ജീവനാ പോയത്, അത് ആലോചിക്കാൻ തന്നെ വയ്യ. അപ്പം എന്താ പറയുക, നമുക്ക് അതിനെപ്പറ്റി ഇങ്ങനെ എന്താ പറയുക, അതിനിപ്പോൾ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക അല്ലേ? ഇപ്പോൾ സങ്കടപ്പെടാന്നല്ലാണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി മറന്നു. നമുക്ക് പറ്റുന്ന സഹായം എന്താ പറയുക, അവർക്കായിട്ട് ഡൊണേറ്റ് ചെയ്യുക കേട്ടോ. എന്താ കുഞ്ഞു പൈസ ആണെങ്കിൽ പോലും സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് വീട്, അവരുടെ ജീവിതങ്ങളൊക്കെ കെട്ടിപ്പൊന്തിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഭയങ്കര എന്താ പറയുക നല്ല കാര്യമല്ലേ. അപ്പം നിങ്ങൾക്ക് പറ്റണ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യുക ക്യാഷായിട്ട്. ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഫണ്ടായിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഞാനിനി എൻ്റെ ബാക്കി ഇന്നത്തെ പണികളൊക്കെ നോക്കട്ടെ. കുറേ ഉണ്ട്. നമ്മൾ ഒരു ദിവസം തട്ടിക്കൊട്ടാൻ നിന്നാൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഏട്ടൻ ചോദിച്ചത് എന്താ ഇന്നും തട്ടിക്കൊട്ടുന്നുണ്ടല്ലോ എന്ന്. അത് നിച്ചോട്ടൻ അവിടെ കിടന്നത് ധൃതി കാണിക്കുന്നുണ്ട്. അപ്പം പിന്നെ അവനെ പോയിട്ട് ഭക്ഷണം കൊടുത്തിട്ട് അവനെ ഉറക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് തട്ടിക്കൂട്ടിയിട്ട് ഇന്ന് തീരില്ല, അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതുണ്ടോ, ആ ഒരു സൈഡിലൊക്കെ ഒരുപാട് മാറാലുണ്ടായിരുന്നേ, അതൊക്കെ തട്ടി. പിന്നെ ഇത് മാറാലിട്ടാൻ വേണ്ടി അടിപൊളി സംഭവമാണ്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന മോട്ടറാണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. പക്ഷേ ഞാനിങ്ങനെ ആട്ടിയായിട്ട് അതിൻ്റെ മേലത്ത് എന്ത് ചെയ്തു, ആ ഒരു എന്താ പറയുക ചൂലിൻ്റെ പോലത്തെ പശ ഉണ്ടല്ലോ, അത് ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് ആ ഒരു കോലിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് വളഞ്ഞിക്കണം. കുറേ ആയിട്ട് മേടിച്ചിട്ട് അത് നല്ലതാണ് നമുക്ക് മാറലൊക്കെ തട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനത് ആമസോണിൽ നിന്ന് കുറേ മുൻപ് മേടിച്ചതാണ്. നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന്. നമ്മൾ പണ്ട് വെയിറ്റ് കുറച്ചത് ജമ്പിങ് ജാക്സ് ഉണ്ടല്ലോ, ആ ഒരു ജമ്പിങ് ജാക്സ് ആയിരുന്നു മെയിനായിട്ടുള്ള ഐറ്റം. അത് ഞാൻ അന്ന് വീഡിയോ ഇട്ടപ്പോഴേ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജമ്പിങ് ജാക്സ് ഞാൻ 500 ഡെയിലി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്ര ഹെൽത്തി അല്ല, അല്ലെങ്കിൽ എല്ലിനൊക്കെ പിന്നെ പ്രശ്നം വരുന്ന കണ്ടിരുന്നു. ഞാൻ കുറേ പേര് കമൻറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അത് ഫോളോ ചെയ്യേണ്ട. ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ കമൻറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ വേറെ ഡാൻസ് ഒക്കെയാണ് പ്രാക്ടീസ് ചെയ്യണത്. തട്ടിക്കൂട്ടിൽ അടിച്ചുവാലിനെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് നേരമായിട്ടോ, ഫുള്ള് സമയം എടുത്തു. പിന്നെ എന്ത് ചെയ്തു, എനിക്ക് അതിന് ശേഷം വർക്കൗട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചപ്പോഴേക്കും ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നമ്മുടെ മുന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടായിരുന്നല്ലോ, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് കൂടി എന്നൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു 62 കിലോ ആയി, ഇനി കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1.5 മാസമായിട്ട് ഞാൻ ആ ഒരു വെയിറ്റ് ലോസിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചർ പറഞ്ഞു 62 കിലോ ഉണ്ടായിരുന്നു, ഞാനിപ്പം 58 കിലോയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. 58ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം എന്താ പറയുക, ഞാൻ ഉദ്ദേശിച്ച ആ ഒരു എന്താ പറയുക വെയിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് 57 കിലോ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഈ ഒരു 62ലേക്ക് വന്നത്. അപ്പം എനിക്ക് തന്നെ അറിയാം, ഡ്രസ്സൊക്കെ ടൈറ്റായി. പിന്നെ എന്തെങ്കിലും ഉള്ള സമയത്ത് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ നല്ലോണം അറിയുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും വിചാരിച്ച് കുറയ്ക്കാന്ന്. അപ്പം അതിൻ്റെ എന്താ പറയുക എന്തൊക്കെ ചെയ്ത് നല്ല കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഒരുപാട് ഭയങ്കര ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ 30 മിനിറ്റ് ഞാൻ എന്തായാലും ഈ ഒരു ദിവസങ്ങളിൽ ഡെയിലി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വേർത്ത് നല്ലോണം എന്താ പറയുക കുറച്ച് ഹാർഡായിട്ട് വർക്കൗട്ട് കുറച്ച് ഹാർഡായിട്ടുള്ള എടുത്തല്ലോ കേട്ടോ. ചെറിയ കുഞ്ഞു കൈയും കാലുകളൊക്കെ നല്ല, അല്ലാണ്ട് തന്നെ കുറച്ച് എന്താ പറയുക കുറച്ച് ഡാൻസിൻ്റെ വർക്കൗട്ട് ഉണ്ട്. ഞാൻ അതാ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫുഡ് ഒന്ന് ശ്രദ്ധിച്ചു, പഞ്ചസാരൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചു. വൈകുന്നേരത്തെ ചായ ഒഴിവാക്കി, അതിനെ രാവിലത്തെ ചായ കുടിക്കുക. പിന്നെ അതേപോലെ വൈകുന്നേരം ചോറ് കഴിക്കാൻ നിർത്തിയിട്ട് ഗ്രീൻ പീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെ മുട്ട കഴിക്കുക, പഴം, അങ്ങനത്തേലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞു കേട്ടോ എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല, കാരണം ഈ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എനിക്ക് തോന്നുന്നു 5-6 വർഷം മുന്നത്തെ, 6 വർഷം മുന്നത്തെയാണ്. കല്യാണം കഴിഞ്ഞ ആ ടൈമിലേക്ക് എടുത്ത ഡ്രസ്സാണ്. നിങ്ങളെ പണ്ടത്തെ വീഡിയോയിലേ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഒരു ഡ്രസ്സ്. ഇത് കുറച്ച് തടി കൂടിയിട്ട് ഞാനിപ്പോൾ എനിക്ക് പറ്റായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ കുറച്ച് നല്ല ഇങ്ങനെ ഇറുകി പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇത്ര ലൂസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മെലിഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഈ എന്തൊക്കെയാ പ്രകൃതിൻ്റെ അവസ്ഥകളെന്ന് പറയാൻ പറ്റില്ല, എന്തൊക്കെയാ സംഭവിക്കുക, വയനാട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പം ഞാൻ ന്യൂസ് ഓർമ്മ നോക്കിയപ്പോഴും അതേപോലെ തന്നെ ഫോണിലൊക്കെ കാണാം. നിങ്ങൾ കണ്ടാന്ന് അറിയില്ല,
9 അല്ലേ? വയനാട്ടിലെ എന്തോ ഒരു ഭൂമിന്റെ അടിയിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ന്യൂസിലുണ്ട്. നമ്മൾ ഈ ഭാഗത്തേക്ക് കേട്ടിട്ടില്ല കേട്ടോ. അത് ബീനാച്ചി സുൽത്താൻ ബത്തേരി ഏരിയ ആണ്. ഇവിടെ നമുക്ക് അങ്ങനെ സൗണ്ട് ഒന്നും കേട്ടില്ല. പക്ഷെ കടൽമാട് ഉണ്ടല്ലോ, നമ്മളെ അമ്മേൻ്റെ വീട് കടൽമാടാണ്. ആ ഒരു ഏരിയയിലേക്ക്, അതുപോലെ തന്നെ അമ്പലവയൽ, ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് അമ്പൂത്തിമല ഉണ്ടല്ലോ, നമ്മുടെ എടക്കൽ കേവിന്റെ ഭാഗം, അമ്പൂത്തിമലന്റെ ഭാഗമാണ് എടക്കൽ കേവ്സ് ഒക്കെ. ആ ഒരു ഏരിയയിലൊക്കെ ഉള്ളവരൊക്കെ ഈ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട്. എന്താ ഒന്നും അറിയില്ല. ഇതൊക്കെ കേട്ടിട്ട് പേടിയാവുക. കാരണം ഇപ്പൊ നിക്കണ നിപ്പ് അതേ ഉള്ളൂ തോന്നുന്നു. പിന്നെ അതെല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അടുത്ത നിമിഷം എന്താ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒന്നാമത് നമുക്ക് ഈ ഉൾപ്പെടലൊക്കെ വന്നതുകൊണ്ട് ചെറിയൊരു ടെൻഷനാണ് എന്താന്നുള്ളത് നമുക്കറിയണം. അതാണ് എല്ലാവരും, ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് പാനിക്കായിട്ടുണ്ട് ഈ ഒരു സൗണ്ട് കേട്ടപ്പം. ഇതുള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ നമ്മൾ അത്രയും ആ ഒരു കെയർ കൊടുക്കില്ല. അപ്പൊ നല്ലൊരു സൗണ്ടാ കേട്ടാന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പം ഇങ്ങോട്ട് അതിന്റെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആ ഒരു സൗണ്ടോ ഒന്നും ഈ വാർത്ത കേട്ടിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഏട്ടൻ ചോദിക്കുന്നുണ്ട് വയനാട്ടിൽ കെട്ടുമ്പറക്കി പോകേണ്ടി വരുമെന്ന്. എവിടെ പോയാലും തന്നെ അവസ്ഥ. കാരണം ഏട്ടൻ മുക്കത്താണുള്ളത്. ഈ ഒരു സൗണ്ട് മുക്കത്തൊന്നും കേട്ടിട്ടുണ്ട്, മുക്കത്തുള്ള ആൾക്കാരും കേട്ടിട്ടുണ്ട്. കൂടറിഞ്ഞി ആ ഒരു കോഴിക്കോടിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ഈ ഒരു സെയിം സംഭവം ഉണ്ടായിട്ടുണ്ട്. എവിടെ പോയാലും രക്ഷയില്ലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ കുറെ കഴിയുമ്പോൾ എല്ലാവരും മുല്ലപ്പെരിയാറിന്റെ കേസ് പറയുന്നുണ്ട്. കേരളത്തിൽ തന്നെ വിടേണ്ടവരും തോന്നുന്നുണ്ട്. എന്തൊക്കെയോ എന്തോ. എന്റെ സ്കിന്നിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മുഖത്ത് ഇങ്ങനെ കുഞ്ഞു കുരുക്കൾ വന്നുകൊണ്ട് ഈ വീഡിയോ അല്ല, നമ്മുടെ ബ്ലോഗ് വിത്ത് ശ്രീയിൽ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഷെറ്റ്സിന്റെ ആ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന സമയത്ത് എന്റെ മുഖത്ത് അറച്ച് പിമ്പിൾസ് ഒക്കെ വന്നിട്ട് ഞാൻ ആ സ്കിൻ കെയർ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. പുതിയൊരു സ്കിൻ കെയർ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ച് പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോ വന്നതാണ് കേട്ടോ. ഇപ്പൊ വന്നിട്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്താണ്. ഇത് ഷുഗർ പോപ്പിന്റെ ഒരു കാജലാണ്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഞാനിത് മറ്റേ ചാനലിൽ വീഡിയോ എടുത്ത സമയത്ത് ഇങ്ങനെ എഴുതി കാണിച്ചു തരാം. നല്ല റിവ്യൂ കണ്ടിട്ട് എടുത്തിട്ടുള്ള ഒരു കാജലാണ്. കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇതേപോലെ ഷുഗർ പോപ്പ്. ഇതിന് 200 സംതിങ് ആയിട്ടാണ് റേറ്റ് വരുന്നത്. ആമസോണിൽ ഇപ്പൊ സെയിൽ നടക്കുന്നത് കേട്ടോ. എന്താ സെയിൽ വെച്ചാല് ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ ആണെന്ന് തോന്നുന്നുണ്ട്. അതായത് ആമസോൺ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ലൈവാണ്. നമ്മൾ 6-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ 11-ാം തീയതി വരുന്നുണ്ട് കേട്ടോ. അതായത് 1500+ ബ്രാൻഡിൽ നമുക്ക് 50 മുതൽ 80% വരെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക 4 lakh+ സ്റ്റൈൽസിലാണ് നമുക്ക് ഈ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ചെക്ക് ചെയ്ത് നോക്കൂട്ടോ. ആമസോണിൽ സെയിൽ വരുന്ന സമയത്ത് മേടിക്കുകയാണെങ്കിൽ റേറ്റ് കുറവിന് സാധനം കിട്ടും. ഞാൻ ഇനി അടുത്ത വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ബാഗുകളൊക്കെ കാണിച്ചു തരാം. കാരണം ഞാൻ ബാഗ് 1 വീക്ക് മേടിക്കുന്നതിനെക്കാട്ടും 100 രൂപ, 150, 200 രൂപയൊക്കെ ബാഗിന്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം നിങ്ങൾക്ക് ബാഗുകൾ കാണിച്ചു തരാം. ഒരു ബാഗും കൂടെ വരാനുണ്ട്. അപ്പൊ അതും കൂടെ വന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാന്ന് വെച്ചിട്ടാണ്. നോൺ സ്റ്റോപ്പ് ആയി പോയോ? ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റത്തത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്, ഷുഗർ പോപ്പിന്റെ ഈ ഒരു കാജൽ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, പുതിയ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ് വാഷ് മാറ്റി. അതേപോലെ തന്നെ നമ്മുടെ മോയ്സ്ചറൈസർ മാറ്റിയിട്ടുണ്ട്. ഞാൻ മാമകത്തിന്റെ ഒരു റൈസ് വാട്ടറിൽ വരുന്നത് പറഞ്ഞത് അതൊക്കെ മറ്റേ ഏതൊക്കെ ചാനലിൽ പറയണോണ്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. കുറെ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. അതിന് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ അത് തീർന്നുമില്ല. അപ്പൊ ഞാൻ എന്തായാലും മാറ്റണം എന്ന് വിചാരിച്ചു. അപ്പം പുതിയ എന്റെ എന്താ പറയാ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ആണ് ഈ ഒരു ഡെർമാകോയിന്റെ, നല്ല ബ്രാൻഡാണ്. ഡെർമാകോയിന്റെ ഓയിൽ ഫ്രീ ഡെയിലി ഫേസ് വാഷ് ആണ്. ക്ലിയർ ആൻഡ് ഹൈഡ്രേറ്റഡ് സ്കിന്നാണ് കേട്ടോ. ഹൈലോണിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, മൾട്ടി വിറ്റാമിൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നല്ല ഫേസ് വാഷ് ആണ്. ഫേസ് നല്ല ക്ലീൻ ആവുന്നുണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സ്കിന്നില് ചെറുതായിട്ട് ഈ മേലത്തെ പിമ്പിൾസ് ഒക്കെ അങ്ങനെയുണ്ട്. പക്ഷെ ഈ ഒരു ഭാഗത്തിലൊക്കെ ഒന്ന് കവളിന്റെ ഭാഗത്തിലൊക്കെ കുറഞ്ഞു വന്നാൽ തോന്നുന്നുണ്ട്. ഇതിന്റെ സ്മെല്ല് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു എന്താ പറയാ സ്മെല്ല് ഫ്രാഗ്രൻസ് ഫ്രീ ആണ് എപ്പോഴും നല്ലത് കേട്ടോ. നമ്മൾ നല്ല മണലൊക്കെ നോക്കിയെടുക്കും. പക്ഷെ ഏറ്റവും നല്ലത് നമ്മൾ മണമില്ലാത്ത പ്രൊഡക്റ്റുകൾ എടുക്കുന്നതാണ്. അപ്പൊ ഇതിന് അങ്ങനത്തെ ഒരു എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലൊന്നും അല്ല കേട്ടോ. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്മെല്ലൊന്നല്ല. അതർവൈസ് നല്ല അടിപൊളി എന്താ പറയാ ഓയിൽ ഫ്രീ ഡെയിലി ഫേസ് വാഷ് ആണ് ഡെർമാകോയിന്റെ. എനിക്ക് പ്രൊഡക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സൾഫേറ്റും പാരബനും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഫേസ് നിങ്ങളിപ്പോൾ എന്താ പറയുക നിങ്ങൾ നല്ലൊരു സ്കിൻ കെയർ നോക്കുകയാണ്, ഒരു ഓയിലി കോമ്പിനേഷൻ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻ ഒക്കെ ആണെങ്കിൽ ഇതിനായിട്ട് നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. സെപ്പറേറ്റ് റിവ്യൂ ചെയ്യാം നമ്മുടെ വ്ലോഗ് വിത്ത് ശ്രീയിൽ. നല്ലൊരു നിങ്ങൾ എന്താ പറയുക ഏതാ നല്ലത് നോക്കി നടക്കുകയാണെങ്കിൽ നല്ല ഫേസ് വാഷ് എനിക്ക് തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് അത് നമ്മുടെ ഫേസ് വാഷ് ആണ്. മോയ്സ്ചറൈസർ ഇതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ചൊരു സ്റ്റിക്കി ഫീൽ ഉണ്ട് കേട്ടോ. എന്താ പറയുക നോൺ ഗ്രീസി എന്ന് പറയുമ്പോഴും എന്താ പറയുക ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഫേസ് ഇങ്ങനെ ഇതാക്കില്ല. അപ്പൊ ചെറിയ സ്റ്റിക്കിണ്ട്. പക്ഷെ നല്ലതാണ്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫേസ് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് നല്ല സോഫ്റ്റ് പ്ലംബി ആയിട്ടിരിക്കില്ലേ അതേപോലെ ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയുക ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതിൽ ഹൈലോണിക് ആസിഡ്, സെറമൈഡ്സ്, മൾട്ടി വിറ്റാമിൻ ഇതാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് വരുന്നത്. അപ്പൊ ഇതേപോലത്തെ ഒരു എന്താ പറയുക പാക്കേജിംഗ് ആണ്. 100 ഗ്രാമിന്റെ ആണ് വരുന്നത്.
നല്ലതാണ്. ഇതിലും മിനറൽ ഓയിൽസ്, പാരബൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെന്താ മേടിച്ചതെന്ന് വെച്ചാൽ ഒരു ലിപ് ബാം എടുത്തു കേട്ടോ. ഇത് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത ലിപ് ബാം ഉണ്ടല്ലോ, ഇത് എന്താ പറയുക ടിൻഡാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലിപ്സ്റ്റിക്ക് എന്താ പറയുക ഇടാൻ മടിയാന്നൊക്കെ ആണെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്യുമ്പോഴും ആ ഒരു ലിപ്സ്റ്റിക്കിന്റെ കളർ കിട്ടുന്നതൊക്കെ ആണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമ്മളെ മെബലൈൻ്റെ ഒക്കെ ആ ഒരു സംഭവം പോലെ തന്നെ മെബലൈനിൽ കുറച്ചും കൂടെ ഒരു ക്രീമി ടെക്സ്ചറാണ്. ഇത് അത്രയ്ക്ക് ക്രീമി അല്ല. അങ്ങനെ തൊടുമ്പോൾ അങ്ങനെ അങ്ങനെ നമുക്കിങ്ങനെ ഒരു ഓയിലി ഫീലില്ല, അതില്ല കേട്ടോ. അങ്ങനെ ഒരു മാറ്റിലേക്ക് പോയി തോന്നൂല്ലേ. കണ്ടോ, എനിക്കൊരു ലിപ് ടിൻഡ് അപ്ലൈ ചെയ്ത പോലെ തോന്നുന്നു കേട്ടോ. അപ്പം ഓൾറെഡി ഇട്ടുണ്ട് കേട്ടോ, കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നല്ല ഭയങ്കര ടിൻഡാണ് കേട്ടോ അതിൽ. അപ്പോൾ അതാ ലിപ്സ് അധികം ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടല്ല തോന്നുന്നത്. കുറച്ചൊരു ടിൻഡ് അപ്ലൈ ചെയ്ത പോലെ തന്നെ ഒരു കളർ കിട്ടാനൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ ഇത് കെമിക്കൽസ് ഒന്നുമില്ല കേട്ടോ. മിനറൽ ഓയിൽസ്, പാരബൻസ്, അതുപോലെ തന്നെ സിലിക്കൺസ് ഒന്നും വരുന്നില്ല. ആൽമണ്ട് ഓയിലും ഷിയ ബട്ടറും വരുന്ന സംഭവം ഇതാട്ടോ. പിന്നെ അതുപോലെ അടുത്ത ഓണത്തിലാണ് ഇത് നല്ല സംഭവമാണ്. നമ്മുടെ ജസ്റ്റ് ഹെർബിന്റെ തന്നെ ഒരു കോഫി പ്ലസ് വാൾനട്ട് ഉള്ള ഫേസ് ആൻഡ് ബോഡി സ്ക്രബാണ്. നമുക്കൊരു വീക്കിലി നമ്മൾ ഈ കാണിച്ച മോയ്സ്ചറൈസറും ഫേസ് വാഷും ഡെയിലി യൂസ് ചെയ്യണം. ഇതാണെങ്കിൽ ജസ്റ്റ് ഹെർബിന്റെ ഈ ഒരു ഫേസ് ബോഡി സ്ക്രബാണ്. ഇത് നമുക്ക് എന്താ പറയുക വീക്ക്ലി വൺസ് ഒക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. സ്ക്രബ് നമ്മൾ ഡെയിലി ഉപയോഗിക്കാൻ പാടില്ല, ഡെയിലി ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്കിങ്ങനെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനായിട്ട്, അതേപോലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറ്റാനായിട്ട് ഫേസ് നമുക്ക് ഭയങ്കര ഓരം തോന്നുന്ന സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിതൊക്കെ ഇട്ടൊന്ന് സ്ക്രബ് ചെയ്ത് റെഡിയാക്കി എടുത്താൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് നല്ലൊരു മാറ്റം ഫേസിന് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ എന്താ പറയുക ഇപ്രാവശ്യം കുറച്ച് പ്രൊഡക്റ്റുകൾ സ്കിൻ കെയർ ആയിട്ട് പുതിയ സ്കിൻ കെയർ ഐറ്റംസ് മേടിച്ചിട്ടുള്ളത്. നേരത്തെ പോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ ഭാഗത്ത് പൊട്ടിയിട്ടില്ല പറഞ്ഞോണ്ടിരിക്കാണ്. പിന്നെ അപ്പൊ നിഷാദേട്ടൻ പറഞ്ഞു ഞാൻ വിചാരിച്ച അവിടെ വർക്ക് ചെയ്യണത്. അപ്പൊ കേട്ടിട്ടുണ്ടാവുന്നു. അല്ല അവര് കേൾക്കുമല്ലോ, അവിടെ ആ ഏരിയ തന്നെ എല്ലാവരുള്ളേ. ആ അമ്പലം എന്താ പറഞ്ഞൊരു അമ്പലം അറിയില്ല. എന്താ അടിക്കലിന്റെ മേലെ അമ്പലല്ലേ, അവിടെയാണ് അമ്പലം ഉള്ളത്. വേറല്ലേ മൂട്ടില്ല പാത്തിക്കല്ലേ അമ്പലം ഉള്ളത്. ആ മനസ്സിലായി പറഞ്ഞു. അത് അനുസരിച്ച് ഞാൻ കൊണ്ടുപോയി അമ്പലത്തിലൊക്കെ പോയി നിഷാദേട്ടൻ പോയി അവിടെ നിന്നാണ്. അപ്പൊ 10 ഭാഗത്തേക്കും കേട്ടിട്ടുണ്ട് അല്ലേ. എന്നപ്പൊ നമ്മളെന്തൊക്കെ ചെയ്യുന്നു, ഞങ്ങളിവിടെ ടി വി തുറന്നു വെച്ചിട്ട് ഉള്ളിലപ്പോ കേട്ടറിയില്ല. പുറത്ത് അച്ഛനും കേട്ടോ, അച്ഛൻ കേട്ടോ. ഞാനല്ലേ കേട്ടെ, അച്ഛനോട് പറഞ്ഞ നാളെ കൂനുണ്ടാവും വെട്ടുന്നത്. നമ്മൾ ഉച്ചക്കല്ല അറിയണത്. ഞാൻ 12:30 ശേഷമാണ് ഞങ്ങൾ ഇത് ന്യൂസ് വന്നപ്പോഴാണ് അറിയണത്. ഈ ഒച്ചയൊന്നും ഉണ്ടായിരുന്നു, നമ്മൾ കേട്ടിട്ടില്ല. അതിന് മുന്നേ ഇവിടെ വന്നിരുന്നോ? ഞാൻ മേലെ വർക്കൗട്ട് ചെയ്യുന്നു. അല്ല ഏത് നമ്മളുണ്ടല്ലോ. അല്ലല്ല അല്ല അപ്പം മിന്നു ക്ലാസ്സില്ലേ ക്യാമ്പാണോ? എടാ നീ എന്താ പരിപാടി? അത് ചേരട്ടേനെ ചവിട്ടിക്കൊല്ലാണ്. എടാ പാവുണ്ണി, ചേരട്ട പാവോ. കയ്യെടുക്കുണ്ണി, കയ്യെടുക്കും അപ്പുറത്തെ കൈ. എന്താ നിച്ചോട്ടാ ചീച്ചി. ഹായ് ഹായ് ഹായ്. ചേരട്ടേനെ പെറുക്കണ കുട്ടിയോടെ ചേരട്ടേനെ പിടിച്ച്. ചേച്ചി എന്തോ മെസ്സേജ് ചെയ്യാൻ നോക്കിയിട്ടില്ല, ഞാൻ സമയം കിട്ടിയിട്ടില്ല. നീ എടുത്തോ മോതിരം എടുത്തോ? ബർത്ത്ഡേ എന്ന് പറഞ്ഞു. നിച്ചിട്ട് എവിടെ വാ? അച്ചു എന്നാ അച്ഛന്റെ ബർത്ത്ഡേ? നിച്ചോ കൊല്ലനെ അതാ പിടിച്ചേ പിടിച്ച് അമ്മ മാറ്റി. അവൻ അതിനൊന്നും പേടിയില്ല, പൂമ്പാറ്റിനെ പേടി. അതാ പൂമ്പാറ്റ, നിച്ചൂട്ടിന്റെ മേത്ത് പൂമ്പാറ്റ. പൂമ്പാറ്റ എവിടെ നിച്ചോ? നിച്ചിട്ടാ അതാ അതാ വണ്ട് വണ്ട് ഊച്ചി. റേഷൻ കടയിൽ പോവാച്ച അറിയില്ല. കല്ല് എടാ അതിനുള്ള പാമ്പടാ വിളിച്ചിട്ടാ. അതിന്റെ ഉള്ളിൽ ഇത് കല്ലെടുക്കണേ. അതെടുത്തിട്ടപ്പ ഞാൻ കൊണ്ടുവച്ചത്. അച്ചപ്പ വരും ചീത്ത പറയട്ടെ. നിച്ചോടിന് ഇപ്പ കിട്ടട്ടെ. വണ്ടികള് തിരിക്കുമ്പോ പോയാലേ കുട്ടികളൊന്നും
ചേട്ടനെ പിടിച്ച് വലട്ടോ അമ്മേ ഉച്ചി ഇപ്പൊ അത് അധികം കഴിക്കണില്ലല്ലോ, അമൃതം പൊടി കഴിക്കുന്നില്ല. ഇപ്പൊ കഞ്ഞിയല്ല അവൻ കൂടുതൽ കുടിക്കണേ. ഇത് ചോറിനുണ്ടാവും ഞാൻ ഇപ്പൊ കഞ്ഞി കൊടുത്ത് അമൃതം പൊടിയും കൊണ്ടോ. അവന് വെള്ളത്തിലൂടെ ഇറക്കം കിട്ടുന്ന അത്ര എളുപ്പം, അതാണ് അവന് പിന്നെയും താല്പര്യം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, കോര വറുത്ത അതുപോലത്തെ നമ്മുടെ കർമൂസൻ്റെ ഉപ്പേരിയും സാമ്പാറും അതന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ ഈ പുല്ലിൻ്റെ അവിടേക്ക് വന്നതാണ്. നമ്മുടെ പുല്ല് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഫുള്ള് അന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നോ, ഒക്കെ പുഴുന്ന് പോയിട്ട് കംപ്ലീറ്റ് വെട്ടിയിട്ട് ആ ഒരു ഒറ്റ കുറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കണ്ടോ ഇങ്ങനെ പുല്ല് പൊട്ടി പൊട്ടി വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ കിളിർത്ത് വരുന്നുണ്ട് പുതിയ പുല്ലുകൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടെ വെട്ടി കൊടുത്തു. കാരണം ഒരുപാട് പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ നല്ലോണം വളരും, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിച്ചിട്ട് അങ്ങോട്ടോക്ക്, നിച്ചിട്ട് അങ്ങോട്ടോക്ക്, ഇങ്ങോട്ട് മേലേക്കോക്ക്. എന്ത് ഞാൻ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മളിവിടെ മാത്രം മുഴക്കം കേട്ടിട്ടില്ലാന്ന്. ആക്ച്വലി ഇവിടെ ഞങ്ങൾ മാത്രമേ മുഴക്കം കേൾക്കാത്തുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങളിവിടെ എന്തെങ്കിലും ചിലപ്പോൾ ടി വി വെച്ചിട്ടോ നിച്ചൂടിന് എന്തെങ്കിലും പാട്ടൊക്കെ വെച്ചോണ്ട് ചിലപ്പോൾ സൗണ്ടിൽ ഇരിക്കും. അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അമ്മ അച്ഛനൊക്കെ കേട്ടു ഇപ്പം അമ്മ പറഞ്ഞു കേട്ടില്ലേ, അമ്മ അച്ഛൻ അവിടെ നിന്ന് മിന്നു വലിയ എല്ലാവരും കേട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു ഇടിമുഴക്കം പോലെ അവർ പറയണം, അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുകയും ചെയ്തിരുന്നു കൂണറ്റം കിട്ടാനുള്ളതാന്ന് തോന്നുന്നു. അങ്ങനത്തെ ഇവിടേക്ക് ലൈറ്റായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവർ 10:15 ശേഷം ഇവരൊക്കെ ആ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിന് ശേഷം ആരൊന്നും പറഞ്ഞു കേട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ടി വി തുറന്ന് നോക്കിയിട്ടുമില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പം ഒന്നുമില്ല. ഇതാ അവിടെ നിച്ചിവിടെ കളിക്കുന്നുണ്ട്. എനിക്കൊരു ബാഗിൻ്റെ വീഡിയോ അതാ ബാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ആ ബാഗിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. അതെനിക്ക് മറ്റേ വീഡിയോയിൽ മറ്റേ ചാനലിൽ പോസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം അതും ഞാൻ എടുത്തു വെച്ചു. മഴ വരുന്നതിന് മുന്നേ ഞാൻ ചേട്ടൻ വന്നിട്ട് ചേട്ടനും കൂടെ എടുപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ചേട്ടനൊന്നും വരുന്ന പ്രശ്നം കാണുന്നില്ല. അപ്പം ഞാൻ തന്നെ അങ്ങ് എടുത്തു. ഇനി ഇപ്പം നമ്മൾ ആ ഒരു സെയിലിൻ്റെ ടൈമിൽ എന്താ പറയുക വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വന്നാൽ നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ വീഡിയോസൊക്കെ ഇടണം. അപ്പോൾ ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്താൽ. പിന്നെ വൈകുന്നേരം ചായ കുടിക്കാനൊന്നുമില്ലല്ലോ. നമുക്ക് വൈകുന്നേരത്തേക്ക് ഗ്രീൻ പീസ് കറി അതേപോലെ തന്നെ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടികളുണ്ട്. അപ്പോൾ അതാ നിച്ചു വീട്ടിൽ തച്ചൻ വന്നപ്പം ഇതങ്ങനെ റോട്ടിൽ കൂടെ ഇറങ്ങിയതാണ്. ഇങ്ങനെ കറങ്ങി നടക്കാതൊക്കെയാണല്ലോ അവൻ്റെ പരിപാടികൾ. ഇങ്ങനെ കൊണ്ടടക്കാൻ അവന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം ഒരുപാട് നമ്മുടെ വീഡിയോ തന്നെ വൈകിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, അതന്നെ നമ്മുടെ ഇന്നത്തെ ദിവസമുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.